ഓം ശ്രീ മഹാദേവി നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നതോടൊപ്പം ദേവിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് അനുസ്യൂതം പ്രവഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ. ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരിയായിട്ട് അഖിലാണ്ടേശ്വരിയായി നമ്മുടെ എല്ലാം അമ്മയായി ഭക്തവത്സലയായി ആശ്രിത വത്സലയായി അങ്ങനെ നമ്മളെ മാതാവിനെ പോലെ പരിരക്ഷിച്ചു വരുന്ന മഹാദേവി. ആ ദേവി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ദേവിക്ക് പല മൂർത്തിഭാവങ്ങളുമുണ്ട്. അതുപോലെ നമ്മൾ ഭക്തരുടെ ഇംഗിതത്തിന് അനുസരിച്ച് ദേവി പല രൂപത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. നമ്മൾ പക്ഷേ തിരിച്ചറിയാറില്ല. നമ്മളുടെ ദുഃഖ അവസ്ഥയിലും ആ സംഘർഷാവസ്ഥയിലും നമ്മൾ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് പല രൂപത്തിലും ദേവി പ്രത്യക്ഷപ്പെടും. അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകുന്നതാണ് ഈ പ്രാർത്ഥനയിലൂടെയും ഭക്തിയിലൂടെയും. ഇപ്പോൾ നമുക്കറിയാം, അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ദേവി പരമശിവൻ്റെ പത്നിയായ പാർവതി ദേവി. അതുപോലെ തന്നെ ഈ പാർവതീദേവിയുടെ ഒരു മൂർത്തിഭാവമാണ് ആര്യ, ദുർഗ, വേദഗർഭ, അംബിക, ഭദ്രകാളി, ഭദ്ര, ക്ഷേമകരി, നൈകബാഹു, അതുപോലെ ദേവി മുതലായ പല പേരിൽ ഈ ദേവിയെ നമ്മൾ ആരാധിക്കുന്നുണ്ടല്ലേ. ഇനി ദേവിയുടെ ഉഗ്രരൂപത്തെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ അധികവും കോമള രൂപമാണെങ്കിലും നമ്മൾ തെക്കേ ഇന്ത്യയിൽ നമ്മൾ കേരളീയരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദേവിയുടെ ഉഗ്രരൂപത്തെയാണ് ആരാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, സൗമ്യരൂപത്തിൽ കന്യ, കാമാക്ഷി, മൂകാംബി, ലക്ഷ്മി ഇങ്ങനെയൊക്കെ ഭാവങ്ങളിൽ ദേവിയെ നമുക്ക് അറിയാം. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മിയോ വളരെ സൗമ്യയാണല്ലേ. അതുപോലെ സ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ധനവും ഐശ്വര്യവും, ഇത് രണ്ടും സ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്ഥിതിയുടെ ദേവനായ വിഷ്ണുവിൻ്റെ കൂടെ മഹാലക്ഷ്മിയെ നമ്മളെപ്പോഴും കാണുന്നത്. ബ്രഹ്മാവ് എന്ത് സൃഷ്ടിക്കുന്നുവോ അതിനെയൊക്കെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന വിഷ്ണുവിൻ്റെ കൂടെ അത് സ്ഥിതി ചെയ്യണമെങ്കിൽ ധനം വേണം, ഐശ്വര്യം വേണം. അങ്ങനെ ധനധാന്യ സമ്പൽ സമൃദ്ധിയിൽ നമ്മൾ കഴിയണമെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തന്നെ വേണം അല്ലേ. ആ സൃഷ്ടി നടത്തണമെങ്കിൽ അതിനുള്ള വിദ്യ വേണം കയ്യിൽ. ഇതിനാണ് ബ്രഹ്മാവിനോടൊപ്പം നമ്മൾ വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവിയെയും കൂടെ ചേർത്തത്. ആ അറിവിനോടൊപ്പം ബുദ്ധി, അറിവ് ഇവയെല്ലാം വേണം നമുക്ക്. അതിനാരുടെ അനുഗ്രഹം വേണം? സാക്ഷാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം വേണം. വിജ്ഞാനം അനുസ്യൂതം പ്രവഹിക്കേണ്ടതല്ലേ. അങ്ങനെ ഒരു നദി പോലെ ഒഴുകുന്നതാണ് ആ നദി. സരസ് എന്ന് പറഞ്ഞാൽ തടാകം എന്നാണ്. ആ സരസ് എന്ന അർത്ഥത്തിൽ സരസ്വതിയായി കാലം തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ സ്ത്രീ ചൈതന്യമടങ്ങുന്ന ശക്തി സ്വരൂപമാണ് കാളി. പ്രകൃതി സംഹാര താണ്ഡവമാടുന്ന രൂപമാണ് അല്ലേ. ആ കാളിയെ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം. ഇനി ശാന്തസ്വരൂപിണിയായ ദേവി, ആ ശാന്തസ്വരൂപിണി എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലുള്ള ആ ദേവിയെ ഉത്തമത്തിലും, ആ ഉഗ്രരൂപം പൂണ്ട കാളി പോലെയുള്ള ആ ഭീകരഭാവങ്ങളെ അധമത്തിലും കേരളത്തിൽ നമ്മൾ ആരാധിക്കുന്നു. ഇനി സ്ഥലകാല ഭേദങ്ങൾക്കനുസരിച്ച് പൂജാതി കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ടല്ലേ. നമുക്കറിയാവുന്നതാണ്. മഹാലക്ഷ്മിക്ക് നമ്മൾ മൂർത്തിത്രയ രഹസ്യത്രയങ്ങളിൽ നമ്മൾ വായിച്ചറിഞ്ഞതാണ് ഓരോ ദേവിമാർക്കും എങ്ങനെയാണ് പൂജ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണെന്ന്. ആ പൂജാ വ്യത്യാസങ്ങൾ നമുക്ക് അത് കാണാവുന്നതുമാണ്. ആ സർവാഭീഷ്ടപ്രദായകയാണ് ദേവി എന്തായാലും. ആ മന്ത്രതന്ത്രങ്ങളും അവയുടെ ആ സങ്കീർണതയും കാരണം, അതുപോലെ തന്നെ അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള ആ അർച്ചനയുടെ അഭാവത്തിലും നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്ന ഫലസിദ്ധിയൊന്നും പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. പിന്നെ നമ്മൾ സാധാരണ ഭക്തന്മാർക്ക് ഈ ദേവീ ചൈതന്യത്തെ നിത്യവും നമ്മളിലേക്ക് അടുപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ വെറും കൈയോടെ ക്ഷേത്രസന്നിധിയിലേക്ക്, ദേവീ സന്നിധിയിലേക്കോ ദേവസന്നിധിയിലേക്കോ പോകാൻ പാടില്ല. നമുക്ക് എന്താണോ നമുക്ക് കൊണ്ടുപോകാനുള്ളത് അത് കൊണ്ടുപോകാം. ഒരു തുളസി ഇല ആയാലും മതി. അത് വളരെ വിശിഷ്ടമാണ്. ആ തുളസി പൂവ് എന്ന് പറയുന്നത് എല്ലാ ദേവീ ദേവന്മാർക്കും പൂജയ്ക്ക് എടുക്കുന്ന പുഷ്പമാണ്. ഇനി ഈ നമ്മളിലേക്ക് ദേവീ ചൈതന്യം അടുപ്പിക്കാൻ, അല്ലെങ്കിൽ ദേവിയെ നമ്മിലേക്ക് അടുപ്പിച്ച് നിർത്താനാണ് നമ്മൾ ഈ വഴിപാടുകളും പൂജകളും ഒക്കെ
നമ്മൾ നടത്തുന്നത്. വിവിധ തരം പൂജാവിധികളുണ്ട്, അതുപോലെ വിവിധ തരം വഴിപാടുകളുണ്ട്. അതിൻ്റെയൊക്കെ ഫലവും നമുക്കറിയാം. നമ്മളിപ്പോൾ പറയും ഗണപതി ഹോമം നടത്തുന്നത് എന്തിനാണ്? നമ്മൾ ഗണപതിക്ക് എന്ത് വഴിപാട് കഴിച്ചാലും നമ്മൾ പറയുന്നത് ഗണപതിയുടെ ആ വിഘ്നം മാറാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ വഴിപാട് എന്ന് പറഞ്ഞാൽ ഗണപതി ഹോമം തന്നെയാണ്. എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗണപതിക്ക് വയ്ക്കുക എന്ന് പറയും അല്ലേ? വിഘ്നേശ്വരനാണ്. അപ്പോൾ നമുക്ക് ഈ ആദ്യം ഈ വഴിപാടുകളിൽ നമ്മൾ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത്, പൂജയ്ക്ക് എടുക്കാവുന്ന പുഷ്പങ്ങളും പൂജയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പുഷ്പങ്ങളുമുണ്ട്. നമ്മൾ കൈ കിട്ടുന്ന പുഷ്പങ്ങളെല്ലാം ഒരു ഇലക്കേറില്ല. ഇപ്പോൾ ഇലയും ഉപയോഗിക്കാറില്ല ക്ഷേത്രങ്ങളിൽ. നമ്മൾ കൈ കിട്ടുന്ന പേപ്പറിലോ പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ കൊണ്ടുവന്ന് നടയിലേക്ക് വയ്ക്കുന്നത് കാണാം. ചില ക്ഷേത്രങ്ങളിൽ വളരെ നിഷ്ഠയോടുകൂടി പൂജാരിമാർ അത് പറഞ്ഞു കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്, അതുപോലെ ഭക്തന്മാർ അതനുസരിക്കുന്നതും കണ്ടിട്ടുണ്ട്. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പൂവ് പൂജയ്ക്ക് എടുക്കില്ല എന്ന് പറയുമ്പോൾ ചിലർ അത് അക്സെപ്റ്റ് ചെയ്യും. ചിലരെന്ത് ചെയ്യും, ഇത് ഞങ്ങളുടെ ഇവിടെ എടുക്കാറുണ്ടല്ലോ, ഞങ്ങളുടെ അമ്പലത്തിൽ അവിടെ എടുക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ തർക്കിക്കുന്നവരുമുണ്ട്. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും, തർക്കിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കും. ചില പൂജാരിമാർ മിണ്ടുകയില്ല. പറഞ്ഞു കൊടുക്കണം എന്നില്ല. അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് ചെയ്യണം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. എന്ത് കാര്യത്തിലുള്ള അറിവാണെങ്കിലും അത് പകർന്നു നൽകുന്നതിൽ തെറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഈ പൂജയ്ക്ക് എടുക്കുന്ന പുഷ്പങ്ങളും അല്ലാത്ത പുഷ്പങ്ങളും നമുക്ക് നോക്കാം. പുഷ്പങ്ങൾ തന്നെ പല തരം തിരിച്ചിട്ടുണ്ട് പൂജാപുഷ്പങ്ങളെ. വൈഷ്ണവം, ശാക്തേയം, ശൈവം, ഇങ്ങനെ ഓരോ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ സംബന്ധിക്കുന്നതും, ശൈവം എന്ന് പറഞ്ഞാൽ ശിവനെ സംബന്ധിക്കുന്നതും, ശാക്തേയം എന്ന് പറഞ്ഞാൽ ശക്തിയെ, ദേവിയെ സംബന്ധിക്കുന്നതുമാണ്. ഇനി വൈഷ്ണവ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണ തുളസി, രാമതുളസി, വെള്ളത്താമര, ചെന്താമര, പ്ലാശ്, പിച്ചകം, ജമന്തി, മുല്ല. ഈ ജമന്തി നമ്മൾ കേരളത്തിൽ സാധാരണ പൂജയ്ക്ക് എടുക്കാറില്ല, അലങ്കരിക്കാനൊക്കെ എടുക്കുന്നതെന്നല്ലാതെ. മുല്ല, എല്ലാ വകുപ്പിലുള്ള മുല്ലയും എടുക്കും. കുരുക്കുത്തി മുല്ല, കാട്ടുമുല്ല, അതുപോലെ പുതുമുല്ല, ചുവന്ന മുല്ല, ഇങ്ങനെ പലതരത്തിലുള്ള മുല്ലയുണ്ട്. ആ മുല്ലകളെല്ലാം പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. നാഗം, കാട്ടുചമ്പകം, നന്ദ്യാർവട്ടം, മുക്കുറ്റി, പുതുമുല്ല, ചുവന്ന മുല്ല എന്നിങ്ങനെ ഈ പുഷ്പങ്ങളെല്ലാം വിഷ്ണു പൂജയ്ക്ക് ഉത്തമങ്ങളായ പുഷ്പങ്ങളാണ്. അതുകൂടാതെ ഇനിയുണ്ട് കരിങ്കൂവളം, ഹാസം, കുഞ്ഞുണ്ണി, നിലപ്പന, ഭീതി, പാരിജാതം, കറുത്ത ആമ്പല്, മഴമുല്ല, ലംഘിത, മുളച്ചമി, കറുക, ഞാവൽപ്പൂവ്, കൽഹാരം, കരവീരം, ഏകദളം, താമര, ദർഭ, ചുവന്ന ആമ്പല് ഇവയെല്ലാം വിഷ്ണുവിൻ്റെ പൂജയ്ക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ മുളച്ചമി, ലംഘിത ഇവയ്ക്ക് എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എനിക്കിത് വേറെ ഒരു ഗുരുനാഥനിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവാണിത്. അപ്പോൾ ആ ഗുരുനാഥന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇത് എന്നോട് ഷെയർ ചെയ്തതിൽ. വളരെയധികം നന്ദി ഗുരുനാഥ. ഇനി ഈ പറഞ്ഞതിൽ നമുക്കറിയാം, കരിങ്കൂവണമൊക്കെ നമുക്ക് അറിയാമെങ്കിലും അത്ര സുലഭമല്ലാതെ. ഇനി വേറൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുഷ്പങ്ങളിൽ അപൂർവ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുകയോ പൂജ നടത്തുകയോ ചെയ്താൽ ഇരട്ടി ഫലമാണെന്നാണ്. അപൂർവ പുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം വൈഷ്ണവ പുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടു. നമുക്ക് ശൈവ പുഷ്പങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഈ വൈഷ്ണവ പുഷ്പങ്ങളിൽ നന്ദ്യാർവട്ടം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമൊന്നുമില്ലാതെ നമ്മുടെ വീടുകളിൽ നട്ട് വളർത്തി നമുക്ക് എന്നും ക്ഷേത്രത്തിൽ പോകുമ്പോൾ പറിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അത് വളരെ ശ്രേഷ്ഠമാണ്. അതായത് രാവിലെ നന്ദ്യാർവട്ടം കൊണ്ട് പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ദുർഗാദേവിക്കും വിഷ്ണുവിനും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പൂവാണ് ഈ നന്ദ്യാർവട്ടവും തുളസിയും എല്ലാം. അപ്പോൾ പുഷ്പങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ന് ഇത്രയും മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.